ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പോഹയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന്, ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലു പോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അവലെടുത്തിട്ടുണ്ട്. തിക്ക് അവലാണിത്. ഒരു 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഇത് സോക്ക് ചെയ്തൊന്നും വെക്കുന്നില്ല, ഇങ്ങനെ കഴുകിയിട്ടിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ലോണം വെള്ളം പിഴിഞ്ഞിട്ട് കഴുകിയെടുക്കുക. ഞാൻ അവലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അതിലൂടെ ഞാൻ ഒരു പൊട്ടറ്റോ ഇവിടെ ഇങ്ങനെ വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഇനി ഇതിൻ്റെ അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അവലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. എന്നിട്ട് ആലു പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.